എക്സ്പയറി ഡേറ്റ് ഉണ്ട്, നമ്മൾ നോക്കാറില്ല. നമ്മൾ നല്ല കളറും ചന്തൊക്കെ നോക്കാറുള്ളത് അല്ലേ? എവിടെയാണ് എക്സ്പയറി ഡേറ്റ് നോക്കുക? നാളെ നിങ്ങൾ പുതിയ സിലിണ്ടർ എടുക്കുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത് എക്സ്പയറി ഡേറ്റ് ആണ്. ആ എക്സ്പയറി ഡേറ്റ് എവിടെ നോക്കുക? ഈ വട്ടിന് റൗണ്ടിന് താങ്ങിക്കൊണ്ട് 3 പ്ലേറ്റ് ഉണ്ട്, 1, 2, 3. ഈ 3 പ്ലേറ്റിൽ ഒരെണ്ണത്തിൽ C34 എഴുതിയിട്ടുണ്ട് അല്ലേ? കണ്ടോ? 2 എണ്ണത്തിൽ 15.6 എഴുതിയിട്ടുണ്ട്. ഈ 15.6 എന്ന് പറയുന്നത് 4 സിലിണ്ടറിന്റെ വെയിറ്റ് ആണ്. അതോടൊപ്പം തന്നെ C34 എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് ഈ സിലിണ്ടറിന്റെ എക്സ്പയറി ഡേറ്റ്. ഈ സിലിണ്ടർ എക്സ്പയറി ഡേറ്റ് ആണ് C34. അപ്പൊ എല്ലാവരുടെയും വീട്ടിലെ സിലിണ്ടർ C34 ആകുമോ? ഇല്ല. അപ്പൊ നിങ്ങളുടെ വീട്ടിലെ സിലിണ്ടർ ഇരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ A എന്നോ B എന്നോ C എന്നോ D എന്നോ ഏതെങ്കിലും ഒരു അക്ഷരം ഉണ്ടാവും ഇംഗ്ലീഷിൽ. ABCD ഈ 4 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്നുണ്ടാവാം. അതിനുശേഷം 2 അക്കങ്ങളും ഉണ്ടാവാം. ഒരുപക്ഷെ A26 ആവാം, അല്ലെ B25 ആവാം, അല്ലെ C24 ആവാം, അല്ലെ D29 ആവാം അല്ലെ? അങ്ങനെ ABCD എന്നൊരു അക്ഷരവും അതിനുശേഷം 2 അക്കങ്ങളും ഉണ്ടാവാം. ഈ 2 അക്കങ്ങൾ ഏതിനെ കാണിക്കുന്നു? വർഷത്തെ കാണിക്കുന്നു, ഇയറിനെ കാണിക്കുന്നു. ഇപ്പൊ ഈ 34 എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? 2034. 26 ആണെങ്കിൽ 2026. ഇനി ABCD എന്ന് നോക്കാം. A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 3 മാസം ഏതൊക്കെയാ? ജനുവരി, ഫെബ്രുവരി, മാർച്ച്. B ആണെങ്കിൽ ഏപ്രിൽ, മെയ്, ജൂൺ. C ആണെങ്കിൽ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. D ആണെങ്കിൽ ഒക്ടോബർ, നവംബർ, ഡിസംബർ. അപ്പൊ C34 നമുക്ക് മനസ്സിലായി 2034 സെപ്റ്റംബർ 30 വരെ ഈ സിലിണ്ടറിന് കാലാവധി ഉണ്ട്. ഗ്യാസിനല്ല, സിലിണ്ടർ കാലാവധി ഉണ്ട്. നിങ്ങളുടെ വീട്ടിലിരിക്കുന്നത് A26 ആണെങ്കിൽ അതിനർത്ഥം എന്താണ്? 2026 മാർച്ച് 31 വരെ കാലാവധി ഉണ്ട്. ഒരു ചെറിയ ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ, മനസ്സിലായെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നാളെ നിങ്ങളുടെ വീട്ടിലേക്ക് ഇറക്കുന്ന സിലിണ്ടർ A25 ആണെങ്കിൽ നിങ്ങൾ മേടിക്കുമോ വേണ്ടെന്ന് പറയും? A25 ആണെങ്കിൽ നിങ്ങൾ മേടിക്കുമോ? മേടിക്കരുത്. കാര്യം എന്താണ്? A25 എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു. 2025 മാർച്ച് 31 അവസാനിച്ചു. അതുകൊണ്ട് ചന്തമല്ല, നല്ല കളറല്ല നോക്കേണ്ടത്, എക്സ്പയറി ഡേറ്റ് ആണ് സിലിണ്ടറിന് നോക്കേണ്ടത്.